നമുക്ക് ആരെങ്കിലും ഒരു സമ്മാനം തന്നിട്ടുണ്ടെങ്കിൽ അത് ആരാണ് തന്നത്, ഏത് അവസരത്തിലാണ് തന്നത് എന്നൊക്കെ അനുസരിച്ചിരിക്കുമല്ലേ അതിൻ്റെ സ്വീകാര്യത. പറഞ്ഞു വന്നത് ഈ പ്രതിമയെ പറ്റിയാണ്. കമ്മ്യൂണിസത്തിൻ്റെ പിതാവായ കാൾ മാർക്സിൻ്റെ പ്രതിമ. 2018 കാൾ മാർക്സിൻ്റെ 200-ാം ജന്മദിനത്തോടനുബന്ധിച്ച് ചൈന ഗവൺമെൻറ് ജർമ്മനിക്ക് സമ്മാനം കൊടുത്തതാണ് ഈ പ്രതിമ. ഈ സമ്മാനം സ്വീകരിക്കാൻ ജർമ്മനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ആ പ്രതിമയുടെ താഴെ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ലോകപ്രശസ്തമായ ദസ് ക്യാപിറ്റൽ എന്ന കാൾ മാർക്സ് എഴുതിയ പുസ്തകം ലോകമെമ്പാടുമുള്ള ആളുകളെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. സമൂഹത്തിലെ രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ അസമത്വങ്ങളെയും അന്യായങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്ന ഈ എഴുത്തിലെ ആശയങ്ങളെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് വിവിധ രാജ്യങ്ങളെ സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ അവരുടെ അധികാരത്തെ ദുരുപയോഗിച്ച് കോടിക്കണക്കിന് മനുഷ്യരെ ക്രൂരമായി ചൂഷണം ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ചൈന, നോർത്ത് കൊറിയ, കംബോഡിയ, വിയറ്റ്നാം, സോവിയറ്റ് റഷ്യ, ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളായ പോളണ്ട്, ഹംഗറി, ചെക്കോസ്ലോവാക്യ, പിന്നെ ഈസ്റ്റ് ജർമ്മനി, ഇവയെല്ലാം ഇത്തരം ഡിക്റ്റേറ്റർഷിപ്പ് നടന്ന രാജ്യങ്ങളാണ്. ഇത്തരം ദുരുപയോഗം നടന്നിരിക്കുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ കൊച്ചു കേരളം ഇതുവരെയും 21-ാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കയറിയിട്ടില്ല എന്നുള്ളത് ഒരു വിരോധാഭാസം തന്നെയാണ്. കാൾ മാർക്സ് പ്രതിമയുടെ തൊട്ടടുത്താണ് പോർട്ട നിഗ്ര. കറുത്ത വാതിൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ക്രിസ്തുവിന് 16 വർഷം മുമ്പ് റോമാക്കാർ സ്ഥാപിച്ച ജർമ്മനിയിലെ ഏറ്റവും പഴയ നഗരമായ ട്രിയറിലാണ് പോർട്ട നിഗ്ര സ്ഥിതി ചെയ്യുന്നത്. AD 170 നിർമ്മിച്ച ഈ റോമൻ ആർക്കിടെക്ചർ ഇന്ന് യുനെസ്കോയുടെ സാംസ്കാരിക സമ്പത്തിൽപ്പെടുന്നു. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു പള്ളിയായാണ് ഉപയോഗിച്ചിരുന്നത്. അനേകായിരം ടൂറിസ്റ്റുകളാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നത്. കണ്ണ് കാണാത്തവർക്ക് വേണ്ടി പോലും ഈ ആർക്കിടെക്ചർ ആസ്വദിക്കുന്നതിന് ബ്രെയിലി ലിപിയിലും ഒരു ചെറിയ മിനിയേച്ചറും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അനേകം വിനോദസഞ്ചാരികൾക്ക് പുറമേ കല്യാണ പാർട്ടികളും കൾച്ചറൽ ഇവൻസിനുമെല്ലാം സാക്ഷിയാണ് ഈ കെട്ടിടം. 6 ടൺ വരെയുള്ള ചതുരക്കല്ലുകൾ ഈ കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഓരോ കല്ലും മറ്റു കല്ലിനോട് ചേർത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സിമൻറ്റോ കുമ്മായമോ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. അതിനു പകരം ലെഡ് അഥവാ കറുത്തീയം, ഇരുമ്പ് ക്ലാമ്പുകൾ ഒക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 604 സ്റ്റെപ്പുകൾ ആണ് ഈ കെട്ടിടത്തിലുള്ളത്. ഇത് കയറി ചെന്നാൽ മുകളിൽ നിന്ന് മുഴുവൻ നഗരത്തിൻ്റെയും പക്ഷിക്കാഴ്ച അഥവാ ബേർഡ്സ് ഐ വ്യൂ കാണാം. 1850 വർഷം പഴക്കമുള്ള ഈ കെട്ടിടം വെളുത്ത സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കിയതെങ്കിലും നൂറ്റാണ്ടുകളായുള്ള കാലാവസ്ഥാ വ്യതിയാനമാണ് കറുത്ത നിറത്തിന്